ഇന്ന് ഞങ്ങൾക്ക് മഴയാണ് അവിടെ. ബോംബെയിൽ നല്ല മഴ കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആശ്രയിക്കുക. ഇങ്ങനെ ഒരു കുറച്ചുകൂടെ എന്നും ഇതേമാതിരി മഴ നിലനിർത്തി തരട്ടെ. എന്താണ് വെള്ളപ്പൊക്കം അല്ല, കുറച്ച് ഇതേമാതിരി എന്നും മഴ ഉണ്ടെങ്കിൽ ജ്യേഷ്ഠന്മാരെ കാണാൻ പറ്റും. കാരണം മറ്റേ ഞാൻ തെങ്ങുമ്പോൾ കയറണതാണ്, ഇപ്പം കാണാൻ കഴിയണില്ല. എന്തിനാണ് ആ കൊറോണയുടെ സമയത്ത് സംഭവിച്ചിരിക്കണേ. എന്തായാലും സാർ നമ്മളെ ഹോട്ടലാണ്, നല്ല റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. സാറ ബോംബെയിലത്തെ മഴ കേട്ടത് കണ്ടില്ല നിങ്ങൾ. 26/5/2025 ഇത് ദർഗ ഹോട്ടലാട്ടാ. അപ്പോൾ ഞാൻ 10 മണിക്കാണ് നാശിക്കാൻ വന്നത്. കാരണം റൂമിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നല്ല കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ. എന്താ നിങ്ങളോട് പറയാം, അത്രയും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കാലിദിക്ക, കമറു, സൈനുക്കാണ് ഉണ്ണിമോൻക്ക ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്, ആ വരണമെന്ന് അറിയും. അപ്പോൾ എനിക്കാച്ചാൽ ഇങ്ങനെ കാണാതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ബോംബെൻ്റെ എല്ലാ ചരിത്രങ്ങളും ഇങ്ങനെ വിടാതെ കാണുക. കാരണം ഞാൻ 47 കൊല്ലമായി. ഞാൻ പറഞ്ഞ 7 വയസ്സിൽ വന്നതാറില്ല. അപ്പോൾ 47 കൊല്ലത്തിനുള്ളിൽ ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചില കടയിലിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കച്ചവടത്തിലിരിക്കണതാണ്. അപ്പോൾ അവർക്കങ്ങനെ ബോംബെൻ്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനാകുമ്പോൾ എന്താണ്, ഞാൻ ഈ തെങ്ങും കാര്യങ്ങളും പല ഭാഗത്തും കോൺട്രാക്റ്റ് എടുത്ത കാരണം ബോംബെൻ്റെ പല ഭാഗത്തും വെച്ചാൽ അരിവാക്കിലൊക്കെ ഉണ്ടായിരുന്നു. രക്തം ടാറ്റയുടെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങണം. ആ വീഡിയോ ഒക്കെ എൻ്റെ ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് കൊല്ലം മുന്നേ. ആ തോട്ടങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. അവർക്കുള്ള മിലിറ്ററിയിൽ, ക്രൈം ബ്രാഞ്ചിൽ, പോലീസുകാരുടെ സെക്ഷനിൽ, BMCയിൽ, പ്രൈവറ്റിൽ, വാങ്കഡെ സ്റ്റേഡിയം അതൊക്കെ ഉണ്ട്. ഒക്കെ ക്രമേണ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണാം. ഞങ്ങളെ ഓരോ ദിവസം അതാണ് ഈ ഡേറ്റ് പറഞ്ഞത് ഞാൻ. കാരണം ഞാൻ ഡേറ്റ് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, എന്നത്തേന്നും കൂടി അറിയണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ പലതും ഇതിൽ കൂടെ എഡിറ്റിംഗ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ഓരോ ഡേറ്റ് വെക്കുമ്പോൾ മനസ്സിലാക്കി അത് അന്നത്തെ മാസത്തെ ഇന്നായി കൂടെ എഡിറ്റിംഗ് ചെയ്തതാണെന്നുള്ളത്. പക്ഷെ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പോട്ടെ. ഞാൻ എൻ്റെ പണി ഞാൻ ഇവിടുന്ന് ആശ്രയിച്ച് ഇനി കൂടുതൽ നീട്ടി പോണില്ല. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബോംബെൻ്റെ എല്ലാ ഭാഗവും കാണാം. ഓക്കെ. പിന്നെ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വൃത്തിയും വെടുപ്പാട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു വട്ടം വന്നാലും ഡോങ്കരിലാണ് ഇതിൻ്റെ പേര് ദർഗ ഹോട്ടൽ. അതാണ് ദർഗ, അതാണ് ഈ ഇവിടെ എല്ലാവരും ഇവിടെ വന്നിട്ട് കഴിക്കും. ഉള്ളത് നല്ല വൃത്തിയിലുണ്ടാക്കി തരും. അതാ അവിടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ കാണിച്ചത്, അല്ലാതെ കണ്ണി കണ്ടൊന്നും ചെയ്തു തരില്ല. അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും വരുന്നത്. ഇത് പള്ളിയാട്ടാ, ഇവിടേക്കും ഞാൻ നിസ്കരിക്കാൻ വരവുണ്ട്. ഇത് ഹോട്ടൽ ബാഗ്ദാദ് ലോഡ്ജ്. ഇത് തോബ എന്താണ് പാലസാണോ പാലക്കാടാണോ എനിക്കച്ചാൽ ഇംഗ്ലീഷും വായിക്കാൻ അറിയില്ല. അത് അതിനും വലിയ ഇടങ്ങറ്. അപ്പോൾ അതാണ് ഇതിന് അത് കട്ട് ചെയ്യട്ടെ. എൻ്റെ മേത്തൊക്കെ വെള്ളം തരുന്നത് ആകെ തീട്ട വെള്ളമാണിത്. എൻ്റെ ഫോണിൽ ഇത് കൊല്ലും കൂടി പല ഭാഗത്തുനിന്ന് എടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഇപ്പോൾ ആകെ കുടുങ്ങിപ്പോൾ. അത് കാരണം ഞാൻ ഈ 2 വീഡിയോൻ്റെ അപ്പുറം ആവണില്ല. അപ്പം ഞാൻ എൻ്റെ 1-ാം ഭാഗം 2-ാം ഭാഗം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളിങ്ങനെ ഞാൻ വിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. കാരണം എന്തൊക്കെയോ ഒരു വിഷമം കിടക്കുമ്പോൾ പറഞ്ഞു പോകണം. എല്ലാവരും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്നല്ല. നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്, പറയാൻ പാടില്ല. ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയപ്പോൾ ആ കുടുങ്ങിപ്പോൾ.